ഇന്നത്തെ നമ്മുടെ ടോപ്പിക് നെയിംസ് ആൻഡ് ടൈറ്റിൽസ്. ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് അഡ്രസ്സ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ജർമ്മനിലും ഫസ്റ്റ് നെയിം വെച്ച് ഇൻഫോർമലായും ലാസ്റ്റ് നെയിം വെച്ച് ഫോർമലായും അഡ്രസ്സ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം ടൈറ്റിൽസ് പഠിക്കാം, എങ്ങനെയാണ് ജർമ്മനിൽ അഡ്രസ്സ് ചെയ്യുന്നതെന്ന്. ഹെയർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ മിസ്റ്റർ എന്നാണ്. ആണുങ്ങളെ വിശേഷിപ്പിക്കാനാണ് ഹെയർ എന്ന് ഉപയോഗിക്കുന്നത്. ഹെയർ. ഇനി ഫ്രൗ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലെ മിസ്സിസ് എന്നാണ്. ഇത് പെണ്ണുങ്ങളെ വിശേഷിപ്പിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫ്രൗ. ഇനിയുള്ളത് അക്കാഡമിക് ടൈറ്റിൽസ് ആണ്. പ്രൊഫസർ, ഡോക്ടർ. ഇത് രണ്ടും അക്കാഡമിക് ടൈറ്റിൽസ് ആണ്. നമുക്കിനി ഉദാഹരണമായി ഓരോ പേരുകൾ നോക്കാം. ഇവിടെ അംഗലിക്ക ബ്രൗൺ. ഇതിൽ അംഗലിക്ക എന്നുള്ളത് ഫോർനാമെ, അതായത് ഫസ്റ്റ് നെയിം. ഫോർനാമെ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നെയിം. ഇത് ഇൻഫോർമലായി, അതായത് നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കൊളീഗ്സ് അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ ഫസ്റ്റ് നെയിം ഉപയോഗിച്ചാണ് നമ്മളെ വിളിക്കുന്നത്. ഇനി നാഹ്നാമ അതായത് ലാസ്റ്റ് നെയിം. അത് നമ്മുടെ ഫാദറിൻ്റെ പേരായിരിക്കും. ഇത് ഫോർമലായി അഡ്രസ്സ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും: ഫ്രൗ ബ്രൗൺ. ഫ്രൗ എന്നത് അംഗലിക്ക പെണ്ണായതുകൊണ്ടാണ് നമ്മൾ ഫ്രൗ എന്ന് പറയുന്നത്. ബ്രൗൺ എന്നത് ലാസ്റ്റ് നെയിമാണ്. ഫ്രൗ ബ്രൗൺ. ഇനി ആണാണെങ്കിൽ ഹെയർ എന്നായിരിക്കും. ഇനി നമുക്ക് ഹെയറിനൊരു ഉദാഹരണം കാണാം. ഡീറ്റർ മുള്ളർ. അതിൽ ഡീറ്റർ എന്നത് ഇൻഫോർമലായും ഹെയർ മുള്ളർ എന്നത് ഫോർമലായുമാണ് അഡ്രസ്സ് ചെയ്യുന്നത്. നാഹ്നാമ മുള്ളർ. ഹെയർ എന്നുള്ളത് ആണുങ്ങളെ വിശേഷിപ്പിക്കാൻ. സോ ഹെയർ മുള്ളർ. അപ്പം തെറ്റാതെ പഠിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.